കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. സച്ചിയുടെ കാർ ഇറക്കാനായിട്ട് ദേവു, ശ്രീകാന്ത്, രേവതി എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. പിന്നീട് പോലീസുകാരൻ 1,00,000 രൂപ കൈമാറി. സച്ചി പറഞ്ഞു, എന്റെ അച്ഛമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയെ കേട്ടോ സാറേ, അതിനെന്താ കുഴപ്പം, നിങ്ങളുടെ കാറിന്റെ കീ കിട്ടിയില്ലേന്ന് ചോദിക്കണം. കാറിന്റെ കീ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കീ കിട്ടിക്കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പോയി കാർ തുറന്നിട്ട് അതിനകത്തുനിന്നൊരു ടവലെടുത്ത് വണ്ടി വയ്ക്കുന്ന തൂത്ത് തുടയ്ക്കുകയാണ്. കാരണം സ്വന്തം കുഞ്ഞിനെ കാണാതിരുന്നിട്ട് പെട്ടെന്ന് കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു സച്ചിക്ക്. അതേപോലെ സച്ചി ആ കാറ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു കാറായിട്ടല്ല, അതൊരു മനുഷ്യജനമായിട്ടാണ് സച്ചി അതിനെ നോക്കിക്കൊണ്ടിരുന്നത്. സച്ചിക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാവരും കാറിലേക്ക് കയറിയിരുന്നു. അങ്ങനെ സച്ചി കാർ സ്റ്റാർട്ട് ചെയ്തപ്പം കാർ സ്റ്റാർട്ട് ആകുന്നില്ല. ശ്രീകാന്തിനോട് പറഞ്ഞു, അല്ല കാർ സ്റ്റാർട്ട് ആകുന്നില്ല ശ്രീകാന്ത്. അല്ല അതെന്ത് പറ്റി, എന്താണെന്നറിയത്തില്ല, നോക്കട്ടെ എന്ന് വന്ന് മോഡൻറ്റൊക്കെ വന്ന് തുറന്നു നോക്കുകയാണ്. പക്ഷെ എന്താ സംഭവം എന്നറിയത്തില്ല. പിന്നീട് സച്ചി തനിക്ക് അറിയാവുന്ന വർക്ക്ഷോപ്പുകാരനെ വിളിക്കുകയാണ്. അങ്ങനെ അയാൾ വന്ന് മൊത്തം പരിശോധിക്കുകയാണ്. അങ്ങനെ എഞ്ചിൻ റൂം എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ട്. അല്ല ഇതെന്തിനാ ഇവിടെ കയറ്റിയത് വണ്ടി? അത് വണ്ടിക്കകത്ത് വെച്ച് കഞ്ചാവ് കയറ്റി ചതിച്ചതാണെന്ന് പറയാണ്. ഞാനല്ലായിരുന്നു, എൻ്റെ കൂട്ടുകാരനായിരുന്നു വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ഓ അങ്ങനെ വരട്ടെ, അപ്പൊ അതാണ് കാര്യം. അതെ അവന്മാരെ എഞ്ചിൻ റൂം മൊത്തം നശിപ്പിച്ചിട്ടേക്കുവാന്ന് പറയാണ്. നശിപ്പിച്ചോ? അതെ, ഇനിയിപ്പോ ഈ വണ്ടി സ്റ്റാർട്ടാവില്ല. ഇത് സ്റ്റാർട്ടാവണമെങ്കിൽ ഇനി കുറെ നന്നാക്കണം എന്ന് പറയണം. എഞ്ചിൻ മൊത്തം പണിയേണ്ട വരും എന്ന് പറയാം. ഇത് കേട്ട സച്ചിക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. സച്ചി പറഞ്ഞു, അവന്മാരെ ഞാനിന്ന് എന്റെ പൈസ മേടിച്ചു, എന്റെ വണ്ടി ഈ വിധമാക്കി വിട്ടു. ഇതൊരു വണ്ടിയായിട്ടല്ല ഞാൻ കണ്ടുകൊണ്ടിരുന്നേ. കാണിച്ചു കൊടുക്കുന്നുണ്ടോ. സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ശ്രീകാന്തും രേവതിയെല്ലാം പിടിച്ചു. വേണ്ട, അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ തന്നെ എങ്ങനെ അവിടെ നിന്ന് ഊരിയെടുത്ത് ഞങ്ങൾക്കും അറിയത്തുള്ളൂ. ഇനിയും പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞത്, സച്ചി നീ അങ്ങോട്ട് ചെന്ന് വെറുതെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഈ വണ്ടി എങ്ങനെയും വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഇത് പണിയണേ എത്ര രൂപ വേണ്ടി വരും? ഒരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരുമെന്ന് പറയാം. ദൈവമേ പെട്ടു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വണ്ടി എത്തിക്കാൻ പറഞ്ഞിട്ട് അവനങ്ങൾ പോവാണ്. പിന്നീട് സച്ചിൻ, രേവതി എല്ലാവരും കൂടെ കൂടിയിട്ട് വണ്ടി തള്ളുവാണ്. തള്ളി വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കണമല്ലോ. ഇപ്പൊ രാത്രി തള്ളിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയ പറഞ്ഞു, ആരാണെങ്കിലും ഈ പണി ചെയ്തോണ്ടല്ലോ എന്റെ വണ്ടിക്കകത്ത് കൊണ്ട് കഞ്ചാവ് വെച്ച് അധികം വൈകാതെ തന്നെ അവൻ എന്റെ കൈ കിട്ടൂന്ന് പറയണം. പിന്നീട് രേവതി ചോദിച്ചു, അല്ല നീ എന്തിനാ ഇങ്ങോട്ട് ഓടിപ്പടിച്ചു വന്നേ? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കണം ഇങ്ങോട്ട് പെട്ടെന്ന് വരാനായിട്ട്. ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടത്തി വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഏട്ടത്തി ആ പോലീസുകാരന്റെ ഭാര്യയുടെ എസ്.പിയുടെ ഭാര്യയുടെ കയ്യെക്കാലിൽ പിടിച്ചോണ്ടാ സച്ചേട്ടൻ ഇപ്പൊ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ സച്ചേട്ടൻ ഒരു കാരണവശാലും അവന്മാര് പുറത്തു വിടില്ലായിരുന്നു പറയാണ്. പെട്ടെന്ന് സച്ചിക്കാൻ വല്ലാത്ത സങ്കടം വന്നു. താൻ കാരണം ഇവൾക്കും ബുദ്ധിമുട്ടായല്ലോ, ഞാൻ കാരണം നിനക്ക് ഒത്തിരി വിഷമം ഉണ്ടായില്ലേന്ന് ചോദിക്കാണ്. രേവതി പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ലാന്ന് പറയണം. ശ്രീകാന്ത് തിരിഞ്ഞു നോക്കിയപ്പം ദേവും തള്ളുവാണ്. അല്ല ഞങ്ങൾ തള്ളുന്നുണ്ട്, നീ എന്തിനാ ദേവു, നിനക്ക് വീട്ടിൽ പോയി കൂടെയെന്ന് ചോദിക്കുകയാണ്. പിന്നെ വീട്ടിൽ പോകാനായിട്ട് എന്റെ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചേച്ചിനെ സഹായിക്കേണ്ട എന്റെ കടമയല്ലേ, പിന്നെ ഞാൻ എങ്ങനെ വീട്ടിൽ പോയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും തള്ളാന്ന് പറഞ്ഞ് ദേവു ആ കൂടെ കാർ തള്ളുവാണ്. സച്ചി തിരിഞ്ഞു ചോദിച്ചു, അല്ല നീ ഫുഡ് കഴിച്ചായിരുന്നോ? അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചാന്ന് ചോദിക്കും. പെട്ടെന്ന് ശ്രീകാന്ത് പറയുന്ന, നല്ല കഥയായിപ്പോയി, ഏട്ടത്തി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതെങ്ങനെയാ ഏട്ടത്തി? ഞാൻ ആകുന്ന പറഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട്. ഏട്ടൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാതെ ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞു ഒരേ നിർബന്ധത്തിലായിരുന്നു ഏട്ടത്തി എന്ന് പറയാം. അതെങ്ങനെയാ ഞാൻ കഴിക്കണേ? നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റുമോ? എനിക്ക് സങ്കടം അല്ലേന്ന് ചോദിക്കണം. സച്ചിക്ക് ഇതോടെ ഭയങ്കര സങ്കടമായിപ്പോയി. സച്ചിക്ക് മനസ്സിലാവുമായിരുന്നു രേവതി തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ സമയത്ത് വീട്ടില് ശ്രുതി ചന്ദ്രമതി പറഞ്ഞു, അല്ലമ്മേ ഇനിയിപ്പോ എങ്ങനെ ശ്രുതിക്കുള്ള ആഭരണങ്ങളും ഡ്രസ്സൊക്കെ വാങ്ങുന്ന അതിനുള്ള പൈസ ഉണ്ടോ? 1,00,000 രൂപ അവന് കൊടുത്തില്ലേന്ന് ചോദിക്കണം സച്ചിക്ക്. എനിക്കറിയത്തില്ല, ഇനി ഉള്ളത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. എന്തോരം കിട്ടും? 10 പവൻ കൊടുക്കണം എന്നൊക്കെയായിരുന്നു ഭയങ്കര ആഗ്രഹം. എല്ലാ ആഗ്രഹങ്ങളും പോയില്ലേ, എന്താ ഇപ്പൊ ചെയ്യുക? എനിക്ക് ഓർത്തിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്നിരുന്നേ. അപ്പൊ ഓട്ടോറിക്ഷയിൽ നിന്ന് സച്ചിയും ശ്രീകാന്തും അവരെല്ലാം കൂടെ ഇറങ്ങുവാണ്. അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെന്തോ ഓട്ടോറിക്ഷയ്ക്ക് വന്നേ, കാറ് കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. സച്ചി പറഞ്ഞ്, കാറ് കിട്ടി, പിന്നെന്താ കുഴപ്പം? കാറിന് വരാൻ മേലായിരുന്നോ? അതിനുവെച്ചാൽ പണിയുണ്ടച്ചാ. പണിയോ? അതിനൊരു കുഴപ്പമില്ലായിരുന്നില്ല വണ്ടിക്ക്. അതവന്മാരാ എഞ്ചിൻ റൂം മൊത്തം തകരാറാക്കിയെന്ന് പറയണം. എഞ്ചിൻ റൂം തകരാക്കിയ എന്ത് ചെയ്യാനാച്ചാ? അവിടെ കാറ് കിടക്കല്ലായിരുന്നോ? അവന്മാര് വൈരാഗ്യം തീർത്താന്ന് ആ SI എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട്. ഓ അപ്പൊ ഇനി എന്ത് ചെയ്യൂടാ? അവര് പൈസ മേടിച്ചെടുത്തിട്ട് പണി തന്നില്ലേന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാച്ചാ? ആ കാറ് ഞങ്ങൾ ഒരു വിധത്തിൽ തള്ളി വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പണിയണമെങ്കിൽ 1,00,000 രൂപ വേണ്ടി വരും എന്ന് പറയാം. 1,00,000 രൂപയോ? എനിക്കറിയില്ല അച്ഛാ എന്ത് ചെയ്യണമെന്ന്. ആ പണത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് ഇരിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ബൈക്കിന്റെ RC ബുക്ക് എന്ന് പണയം വെച്ച് കുറച്ച് പൈസ മേടിക്കാം, ബാക്കി എൻ്റെ ഫ്രണ്ട്സിനോട് ആരുടെയും ചോദിക്കാം.
അതൊക്കെ നടക്കുവോ? ബൈക്കിന് ആർസി ബുക്ക് വെച്ചാൽ എത്ര രൂപ കിട്ടും? എത്രയെന്ന് വെച്ചാൽ കടം മേടിക്കുന്നത്. വണ്ടി ഇറക്കിയില്ലെങ്കിൽ രക്ഷയില്ല അച്ഛാ. CC അടയ്ക്കണം. നൂറ് പ്രശ്നങ്ങളാ. ഇനിയിപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നതിൽ ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ തരാന്ന് വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലും പൈസ ഇല്ലോടാ. ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഓരോന്നൊക്കെ വന്ന് കയറിയതിന്റെ ദോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. രവീന്ദ്രൻ പറഞ്ഞു, നീ ഒരു അക്ഷരം മിണ്ടല്. നീ എപ്പോ നോക്കിയാലും നിനക്ക് രേവതിനെ കുറ്റം പറയാനും സമയമുള്ളൂ. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? നിന്റെ മോൻ പിന്നെ ഒരു തെറ്റും ചെയ്യാത്തൊരു പുണ്യാളാണല്ലോ സുധി. അവൻ കാരണം കുറേയല്ലേ ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായേക്കുന്നത്. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പൊ കൈ വെക്കലെന്ന കാര്യത്തിൽ എന്തിലാണോ ഇനിയിപ്പൊ അവസാനം അത് തന്നെ എടുക്കേണ്ടി വന്നിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം സച്ചി, നീ വിഷമിക്കണ്ട. നമുക്ക് വീടിന്റെ ആധാരം കൊണ്ട് പണയം വെക്കാന്ന് പറയാം. പെട്ടെന്ന് ഇത് കേട്ട് അപ്പം ചന്ദ്രമതി സുധി ഒന്ന് ഞെട്ടി. ചന്ദ്രമതി, വീടിന്റെ ആധാരം പണയം വെക്കാനേ? അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയണം. അതെന്താ? വീടിന്റെ ആധാരം പണയമൊക്കെ മാത്രമേ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. സച്ചി വണ്ടി ഇറക്കണ്ടേ, അവന്റെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ മുന്നോട്ട് പോകാൻ നിർത്തണ്ട. അതുകൊണ്ട് ആധാരം കൊണ്ട് പണയം വെക്കാം, ഒരു കുഴപ്പമില്ല. സച്ചി പറഞ്ഞു, അത് വേണോ അച്ഛാ? ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ആധാരം എടുക്കാൻ അകത്തേക്ക് കയറി പോവാണ്. പെട്ടെന്ന് ചന്ദ്രമതി തടഞ്ഞങ്ങ് നിന്നു. അതെടുക്കാൻ പറ്റില്ല, അത് പണയം വെക്കാൻ പറ്റില്ല എന്ന് പറയണം. അത് നീയാണോ തീരുമാനിക്കുന്നത്? അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. അങ്ങോട്ട് അകത്തേക്ക് അലമാരിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും പറഞ്ഞു, രവിയേട്ടാ ഇപ്പൊ എന്താ വേണ്ടേ? പണമല്ലേ വേണ്ടത്? പണം ഞാൻ തന്നാ പോരെ, അത്രയും പ്രശ്നമല്ലേ ഉള്ളൂ. പണം നീ തരാനോ? അത് നല്ല കഥയല്ലോ. മുമ്പ് നീ സച്ചിയോട് അങ്ങനെയല്ലോ പറഞ്ഞേ. നിന്നോട് അവൻ പണം ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? അത് തരാൻ പറ്റില്ലെന്നല്ല പറഞ്ഞേ. ഇപ്പൊ എന്താ പെട്ടെന്നൊരു മനമാറ്റം നിനക്ക്? അല്ല സച്ചേട്ടാ, എല്ലാവർക്കും അവകാശപ്പെട്ടല്ലേ. ഇനിയിപ്പൊ ആകെയുള്ള അന്ന് അതാ ആധാരം. അതുകൊണ്ട് പണയം വെച്ചിനി അതും കൂടെ പോയിട്ടാണ് പിന്നെ എന്താ? ഞാൻ പണം എടുത്തോണ്ടിരാം. രവിയേട്ടൻ അങ്ങ് ചെല്ലാൻ പറയണം. അങ്ങനെ രവീന്ദ്രൻ വന്നിരുന്നപ്പോ ശ്രീകാന്ത് വെച്ചു, ആധാരം എടുത്തില്ല അച്ഛാ. അവള് പൈസ തരാന്ന് പറഞ്ഞു, പണം തരാന്ന് ചന്ദ്രമതി. അമ്മയോ? അമ്മ തരാന്ന് പറഞ്ഞു. തരാന്ന് പറഞ്ഞു. അതിനകത്ത് എന്തോ ഒരു കളിയുണ്ടല്ലോ അച്ഛാ. അമ്മ എങ്ങനെ പണം തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ അതിനകത്തൊരു ടിഷ്ടണെന്ന് എനിക്ക് തോന്നുന്നേ. ചന്ദ്രമതി പണമായിട്ട് വന്നിട്ട് എന്നാ പണം എന്ന് പറഞ്ഞ് സച്ചിയുടെ നേരെ നീട്ടുക. സച്ചി പറഞ്ഞു, വേണ്ട, അതേ രേവതിയുടെ കൊടുത്തേരെ, എൻ്റെ തരണ്ടെന്ന് പറയണം. രേവതി മേടിക്കാൻ പഠിച്ചെന്ന് പറഞ്ഞു, എന്തിനാ നീ മടിക്കണേ? നിന്റെ അച്ഛമ്മ തന്ന പണമല്ലേ, നീ ധൈര്യമായിട്ട് വാങ്ങിച്ചോളാൻ പറയണം. പണവും മേടിച്ചോണ്ട് രേവതി അവിടെ അകത്തേക്ക് കയറിയപ്പം പോകുമ്പോൾ സച്ചി എല്ലാവരും കൂടെ അങ്ങ് പോയി. സുധി ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമ്മേ? എന്ത് ചെയ്യാനാ? ആധാരം പണയം വെക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇത്ര കാര്യത്തിന് വേണ്ടിയിട്ട് അന്ന് ശരിയാവുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ കല്യാണത്തിന് എന്ത് ചെയ്യും? എനിക്കറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്. എന്തായാലും ഒരു വഴി ഉണ്ടാക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ഈ സമയത്തിന് ഇപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ചന്ദ്രമതിക്ക് അറിയായിരുന്നു. കാരണം ആധാരം എങ്ങാനും പോയി അലമാരിക്കകത്ത് തുറന്നു നോക്കിയാൽ തീർന്നു. താൻ കൊണ്ട് പണയം വെച്ച കാര്യം രവിയേട്ടൻ അറിയും. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും സുധി എല്ലാവരും പുറത്താവും. മാത്രമല്ല ഈ കല്യാണം നടക്കത്തുമില്ല. അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനിലായിരുന്നു ചന്ദ്രമതി. ചന്ദ്രമതി പറഞ്ഞു, ഓരോന്നൊക്കെ വന്ന് കയറിയതിന്റെ ഗുണം. അല്ലാതെ ഇപ്പൊ എന്താ? കയ്യിലിരുന്ന പൈസ മുഴുവൻ പോയി. ഇത് കേട്ടോണ്ട് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതിക്ക് വല്ലാത്ത വിഷമമായി. പക്ഷെ രേവതി ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നീട് രേവതി മുറിയിലേക്ക് കഴിയുമ്പോൾ സച്ചി വെച്ചു, അല്ല നീ എന്തിനാ ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നേ? അതോ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവന്മാര് വല്ലതും ചെയ്ത് ആ അടിയൊക്കെ വല്ലതും നിനക്കിട്ട് കൊണ്ടായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കായിരുന്നു? ഒന്നും സംഭവിക്കില്ല. എനിക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ നിങ്ങളെ അടിക്കുന്ന കണ്ടിട്ട് എനിക്കങ്ങ് മാറി നിൽക്കാൻ പറ്റില്ല. സച്ചി പറഞ്ഞു, എനിക്ക് എൻ്റെ കൈ കിട്ടും അവന്മാരെ. ഇത് ചെയ്ത ഏതോമാരാണെങ്കിലും എൻ്റെ കൈ കിട്ടുമെന്ന് പറയാണ്. അത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് വിട്ടുകളാ. പോലീസ് സ്റ്റേഷനിൽ വന്നല്ലോ, ഇനിയിപ്പോൾ കാർ അതിനുള്ള പൈസ ആയാലേ. അതുകൊണ്ടായോ? ഞാൻ എത്ര ദിവസമായി വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നാലാ? CC അടയ്ക്കണം. ഇതിനൊക്കെ എവിടെ നിന്ന് പൈസ ഉണ്ടാകുന്ന ഓർത്താ? കിട്ടും തന്നെ അവനെ ഒരു ദിവസം. ആരാണെങ്കിലും ഈ ചതി ചെയ്ത് അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവനെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ ശരിയാക്കും. അവൻ്റെ കൈയും കാലും ഒടിച്ച് ഞാൻ ഇടുമെന്ന് പറയാം. സച്ചിയുടെ ഇത് പറച്ചിൽ കേട്ടപ്പോൾ രേവതിക്ക് തോന്നി, സച്ചി അത് പറയുക മാത്രമല്ല ചിലപ്പോൾ അങ്ങനെ ചെയ്യുകയും ചെയ്യും. കാരണം സച്ചി അത്രയ്ക്ക് നല്ല ദേഷ്യത്തിലാണ്. പിടിച്ചാൽ കിട്ടാത്ത പരുവത്തിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഗജാനന്ദന്റെ ആൾക്കാരാ ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഗജാനന്ദനെ പോയി പഞ്ഞിക്കിടുള്ളൂ. പിന്നെ അടുത്ത പ്രശ്നം അതായിരിക്കും. അതൊക്കെ ഓർത്തപ്പോൾ ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് രേവതി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.